السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع أعظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا، مني السلام عليكم. ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, മാന്യ സഹോദരീ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന് നൽകിയ, അറിവിന് നൽകിയ വലിയ ബഹുമാനമായി മഹാന്മാർ എണ്ണിപ്പറഞ്ഞ വിഷയമാണ് ആലിമീങ്ങൾ എന്നും ജീവിച്ചിരിക്കുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് മയ്യിത്ത് നിസ്കരിക്കുന്നില്ല എന്നല്ല. അതുപോലെ അവർ എല്ലാ കാലഘട്ടത്തിലും ഭൂമുഖത്ത് ജീവനോടെ നിലനിൽക്കുന്നു എന്നുമല്ല.
ജനഹൃദയങ്ങളിൽ അവർ എപ്പോഴും ജീവിക്കുന്നു. മനുഷ്യരുടെ മനസ്സുകളിൽ അവർ എല്ലാ കാലത്തും ജീവിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എത്രയോ വലിയ വലിയ ആലിമീങ്ങൾ, ഇമാമീങ്ങൾ, അവരെ ഇന്നും എല്ലാ ദിവസവും സമൂഹം ഓർമ്മിക്കുകയും അവരുടെ മഹത്വങ്ങൾ പറയുകയും അവരുടെ അറിവ് കൊണ്ട് സമൂഹം ഫലം അനുഭവിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ച് 205 ആകുമ്പോഴേക്ക് ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞ 55ഓളം വയസ്സ് മാത്രം ജീവിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ കാലഘട്ടത്തിലും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സമൂഹം അനുസ്മരിക്കുന്നു. മഹാനവറുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അഥവാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നു. ആ ഗ്രന്ഥം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് പോലെ ഇപ്പോഴും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും, മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി ഇപ്പോഴും ധാരാളം പണ്ഡിതന്മാർ മറ്റുള്ളവർക്ക് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇമാം ബുഖാരി എപ്പോഴും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ജനഹൃദയങ്ങളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം ജീവിച്ചിരിക്കുന്നു. അവർ ശരീരം കൊണ്ട് മറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ജനഹൃദയങ്ങളിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടിട്ടില്ല. ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച വലിയ പണക്കാരുണ്ടാകും. അവർ ഇപ്പോൾ ആര് അനുസ്മരിക്കുന്നുണ്ട്? അതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഭരണം നടത്തിയ രാഷ്ട്രത്തലവന്മാരുണ്ടാകും. അവർ എവിടെ അനുസ്മരിക്കപ്പെടുന്നു? കുട്ടികളെ ഇങ്ങോട്ടോ, വയൽ വെക്കാൻ വന്നാൽ വയൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മക്കളാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ വയൽ കേൾക്കാൻ വേണ്ടി പോകുമായിരുന്നു. ചൂട്ട് കത്തിച്ചിട്ടാണ് പോവുക. ഇന്നത്തെ പോലെ ഈ ഇലക്ട്രിക് സംവിധാനങ്ങളും മൊബൈൽ ഫോണിൽ ലൈറ്റൊന്നും ഇല്ലാതെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ ചൂട്ട് കത്തിക്കുക എന്ന് പറയും. പറഞ്ഞാൽ തെങ്ങിന്റെ ഓലക്കഷ്ണം ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അതിന് തീ കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു പോകും, ചൂട്ട് കത്തിച്ചിട്ട്. അങ്ങനെ എൻ്റെ മുന്നിലിരിക്കുന്ന ചെറിയ മക്കൾ, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ആ മക്കളെ പോലെയുള്ള കാലത്ത് കിലോമീറ്ററുകൾ നടന്ന് ചൂട്ടും കത്തിച്ചു പോയി. മർഹൂം കണരണ്ടി ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആലിമുണ്ടായിരുന്നു. എൻ്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. 40 ദിവസം 60 ദിവസമൊക്കെയാണ് വയല് പറയാൻ. ആ വയല് കേൾക്കാൻ പോയിരിക്കും. അന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞ വയലിൽ പറഞ്ഞ മസ്അലകളും അന്ന് ഉസ്താദ് പറഞ്ഞ ചരിത്രങ്ങളുമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടാണ്. വയലെക്കാൻ പോയിട്ട് അവിടുന്ന് വർത്താൻ പറഞ്ഞില്ല, അവിടുന്ന് കടല പറിക്കാനും പോയിട്ടില്ല, മറിച്ച് ശ്രദ്ധിച്ച് കേട്ടു.
ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് കേൾക്കുന്നത് നല്ല ഓർമ്മയിൽ നിൽക്കും. വയസ്സായാൽ അത്ര ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കണം, നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. ഞാൻ പറഞ്ഞത് എന്താണ്? മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ഞാൻ ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തിട്ടുണ്ട്. ആ ബുഖാരിയിലുള്ള ഹദീസ് അത് ഓതിക്കൊടുക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ പേര് നമ്മൾ പറയുന്നു. എല്ലാവരും ഇമാം ബുഖാരിക്ക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരെ പേര് പറയുന്നു. എല്ലാ മുതഅല്ലിമീങ്ങളും റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഓതിക്കൊടുത്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങളും ഒരു യാത്ര ചെയ്തു. സഹാബികൾ പറയാൻ, ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ എത്തി. വഖദ് അർഹഖത്ന സ്വലാഹ്, ആ സമയത്ത് അസ്ർ നിസ്കാരത്തിന്റെ സമയം ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നബി തങ്ങൾ ഞങ്ങളെ സമീപത്തെത്തുന്നത്. ഞങ്ങളൊക്കെ വെള്ളം കൊണ്ട് മുഖവും കൈയൊക്കെ കഴുകി ഒതുവെടുത്ത് കാലിന്റെ മുകളിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ തടകിയിട്ട് കയറിപ്പോവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫനാദാ ബിഅലാ സൗതിഹി, ഉറക്കെ വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. വലിയ നാശം കാലിന്റെ മടമ്പുകൾക്ക്, നരകത്തിനാലുള്ള നാശം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒതുവെടുക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് കഴുകണം, തുടച്ചാൽ പോരാ. വെള്ളം കൊണ്ട് തടകിയാൽ മതിയാകുന്ന അവയവം തല മാത്രമാണ്. തല വെള്ളം കൊണ്ട് തടകിയാൽ മതി. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഫഗ്സിലു, അല്ലാഹു പറഞ്ഞത് കഴുകണം എന്നാണ്. കഴുകുക എന്ന് പറയുന്നത് സാധ്യമാകണമെങ്കിൽ ജറിയാനുൽ മാ, വെള്ളം ഒലിക്കണം. തടകിയാൽ വെള്ളം ഒലിക്കൂല, നനിയേള്ളൂ. അത് പോരാ. അപ്പൊ ഞങ്ങൾ കാലിന്റെ മടമ്പ് വെറും തടകിയിട്ട് കയറി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. ഈ ഹദീസ് ഇന്ന് രാവിലെ കുട്ടികൾക്ക് ഓതിക്കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ആ കുട്ടികളെല്ലാവരും ഇമാം ബുഖാരിയുടെ പേര് പറഞ്ഞു റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ പറയുന്ന ഞാനും പറഞ്ഞു. ഇതുപോലെ അത് ഓർമ്മ വന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ സദസ്സിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ഇമാം ബുഖാരി ഇവിടെ അനുസ്മരിക്കപ്പെട്ടു. മറ്റൊരു ഹദീസ് ഓതിക്കൊടുത്തത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതിലി ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, എന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയുണ്ട്, ശറഫാക്കപ്പെട്ട മുടി. ആ മുടി മിൻ ഖിബലി അനസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു മുഖേന എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ആ മുടി എന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അതിൽ നിന്ന് ഒരൊറ്റ മുടി എന്റെ കൈവശത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അഹബ്ബു ഇലയ്യ മിനദ്ദുനിയാ വമാ ഫീഹാ, ദുനിയാവ് തീർത്തും കിട്ടുന്നതിനേക്കാൾ, ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും താല്പര്യം ആ ഒരു മുടി ലഭിക്കുന്നതാണ് എന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞപ്പോൾ ആ മുടിയിൽ നിന്ന് കുറെ മുടി ലഭിച്ച വ്യക്തിയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നതും അവിടെ തന്നെ ആ അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെ കഴിഞ്ഞുപോയ ഇമാമിയങ്ങൾ, അത് പറഞ്ഞാൽ ഇപ്പൊ തീരൂല, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. കഴിഞ്ഞുപോയ ഇമാമിയങ്ങൾ സുബ്ഹാനല്ലാഹ് ഇന്ന് തന്നെ ഓതിക്കൊടുത്ത വേറെ ഒരു ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുമ്പോൾ wudu എടുക്കാൻ വെള്ളം ഇല്ല. അങ്ങനെ ഫൽതുമിസൽ മാഉ, വെള്ളം അന്വേഷിക്കപ്പെട്ടു. വെള്ളം ലഭിക്കാൻ വേണ്ടി എവിടെയുണ്ട് എന്ന് അന്വേഷിക്കണമല്ലോ. ആ വിഷയത്തിൽ ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വെള്ളം അന്വേഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഒരൽപ്പം വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് കൊണ്ടുവന്നു. കുറെ ആളുകളുണ്ട്, എല്ലാവർക്കും wudu എടുക്കാൻ വെള്ളം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ കോപ്പയിലേക്ക് കയ്യിന്റെ വിരലങ്ങോട്ട് കടത്തി. അങ്ങനെ വിരൽ കടത്തിയപ്പോൾ ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ ശുദ്ധമായ വെള്ളം യംബഉ, അതിങ്ങനെ പൊട്ടി വലിക്കുകയാണ്. ഉറവലിക്കുന്നത് പോലെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം ഒലിക്കുകയാണ് എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു. സഹാബി പറയാണ്, ആ വെള്ളം നബി തങ്ങൾ പറഞ്ഞു, തവല്ലൗ, നിങ്ങൾ wudu എടുത്തോളൂ. ഈ ചെറിയ കോപ്പയിലെ വെള്ളം കൊണ്ട് എത്രയോ ആളുകൾ wudu എടുക്കാനാണ് പറയുന്നത്. പക്ഷേ നോക്കുമ്പോൾ നബി തങ്ങളുടെ കയ്യിന്റെ വിരലിലൂടെ വെള്ളമിങ്ങനെ പൊട്ടി ഒലിക്കുന്നത്, അഥവാ വെള്ളം ഉറന്നു വരുന്നത് കാണുകയാണ്. അങ്ങനെ കൂടെയുള്ള എല്ലാ സഹാബികളും ആ വെള്ളം കൊണ്ട് wudu ചെയ്യുകയാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയുടെ ബഹുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് മുഖേന സഹാബത്തിന് വെള്ളം കിട്ടിയതുമാണ് ആ രണ്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതൊക്കെ ഇമാം ബുഖാരിയെ അനുസ്മരിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങൾ ആ ഇമാം ബുഖാരിയെയും ബുഖാരിയുടെ ഹദീസും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് ഇസ്ലാമിൽ ശരിയായ വിശ്വാസമില്ലാതെ ശരിയായ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന് പുറത്താണെന്ന് വാദിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വിവരമില്ലാത്തവർ അത്തരം ഹദീസുകളൊന്നും അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂല. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് അവർക്ക് മതിപ്പുണ്ടാവില്ല. ഇമാം ബുഖാരിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകണമെന്നൊരു ആഗ്രഹം അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ഇമാം ബുഖാരിയുടെ ബഹുമാനം പറയാനുള്ള ഭാഗ്യം കിട്ടൂല. അതുണ്ടാകണമെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആകണം. ഞാൻ കുട്ടികൾക്ക് അത് ഓതിക്കൊടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വെച്ച് ഒരു പദ്യം ചൊല്ലി, അമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജൈസ ബിൽ മദദി. മദീനയിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് ചെന്നാൽ ആ പള്ളി വലിയ ബഹുമാനമുള്ള പള്ളിയാണല്ലോ. ആ പള്ളിയിൽ പ്രത്യേകം ബഹുമാനമുള്ള സ്ഥലമാണ്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ മിമ്പറിന്റെയും എൻ്റെ റൂമിന്റെയും ഇടയിലുള്ള സ്ഥലം. അതേ ആ പള്ളിയിൽ ഖിബിലക്ക് തിരിഞ്ഞു നിന്നാൽ ഇടത് ഭാഗത്ത് കാണുന്നത് നബി തങ്ങളുടെ റൂമാണ്, വീടാണ്. ഒരു ചുമര് പള്ളിയുടെ ചുമരുമാണ്, അത് തന്നെ വീട്ടിന്റെയും ചുമരാണ്. ആ റൂമിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന,
അത് സ്വർഗത്തോട്ടത്തിൽ നിന്നൊരു തോട്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും മുന്നോട്ട് നോക്കിയിട്ട് മുന്നിൽ കസേര ഉണ്ടെങ്കിൽ മുന്നിലെ കസേരയിൽ കയറിയിരിക്കുക. മുന്നിൽ കസേരയില്ല എന്ന് ഉറച്ചാൽ പിന്നെ നമുക്ക് ഇരിക്കാം, അതുവരെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ മുന്നിലൊക്കെ ഫില്ല് ചെയ്യാം. അങ്ങനെ മുന്നിലൊക്കെ തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാം. മുന്നിൽ ഒറ്റ കസേരയില്ല എന്ന് ഉറച്ചാലേ ഇരിക്കാവൂ, അതുവരെ ഇരിക്കരുത്. അപ്പോൾ പിന്നെ ബേക്കിൽ വരുന്നവർക്ക് ബേക്കിൽ കസേരയിൽ ഇരിക്കുക, അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കയറി ഇരിക്കാൻ പറ്റും. ഒറ്റ കസേരയും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അതിനുവേണ്ടിയാണ് എല്ലാവരും സഹകരിക്കുക. എന്താണ് ആ പദ്യം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ പച്ചക്കുബ്ബയുള്ള ജാറം, സുബ്ഹാനല്ലാഹ്, ജാറം സിയാറത്ത് ചെയ്യുന്നവർ അവര് മുശ്രിക്കുകളാണ് എന്നാണ് സുബ്ഹാനല്ലാഹ് ഈ അടുത്ത് ഒരു മൗലവി പറഞ്ഞത്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് വിധിക്കുകയും അങ്ങനെയുള്ള പണ്ഡിതന്മാര് നിസ്കരിക്കുന്ന പള്ളി അമ്പലമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു വിദ്വാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്, നല്ലത് പറയാൻ ഭാഗ്യം ലഭിക്കാത്തവർ, നന്മ ചിന്തിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ, മുഖ്യധാര മുസ്ലിമീങ്ങളെ ഇസ്ലാമെന്ന് പുറത്തുപോയവരായി പ്രഖ്യാപിക്കുന്നവർ, ആ കക്ഷികൾക്കാണല്ലോ ഖവാരിജുകൾ എന്ന് പറയുന്നത്. ഇരുന്നോളി. ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടി കൊന്നുകളഞ്ഞ കക്ഷികൾ, കടുത്ത ഭീകരന്മാർ. അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് തീരുമാനിച്ചു. അതിൽ സഹാബത്തൊക്കെ അതിൽ യോജിക്കുകയും ചെയ്തു. പക്ഷേ ആ സഹാബികളെല്ലാം, യഥാർത്ഥ മുസ്ലിങ്ങളായ സഹാബികളെല്ലാം, അവർ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ്. അബൂജഹലിനെ പോലെയാണ്, അബൂലഹബിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികളായ കുറച്ചാളുകൾ പുറപ്പെട്ടു. അവർക്കാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. അവരുടെ ദൃഷ്ടിയിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരുടെ ദൃഷ്ടിയിൽ മുസ്ലിമീങ്ങൾ അല്ല, ഇസ്ലാമിന്റെ പുറത്താണെന്നാണ് അവരുടെ വാദം. ആ വാദം ഉന്നയിക്കുന്നവരാണല്ലോ ഇന്നും പുത്തനാശയക്കാരായ അതേ ജാറം വിരോധികൾ, ഔലിയാക്കളെ വിരോധികൾ, സാലിഹീങ്ങളെ വിരോധികൾ, ആലിമീങ്ങളെ വിരോധികൾ, ഔലിയാക്കളെ വിരോധികൾ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരോധികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. 2010 ജൂലൈയിൽ അവരിറക്കിയ അൽമനാർ എന്ന പത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്നെ എഴുതി വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പൊ നബി തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സലഫികൾ, പുത്തനാശയക്കാർ, ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദുകൾ എന്ന് പറയും, ആ കക്ഷികൾ റസൂലുള്ളാഹിക്ക് പിഴച്ചു എന്ന് പറയുന്ന കക്ഷികൾ, ആ കക്ഷികൾ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുഴുവൻ ഇസ്ലാം എന്ന് പുറത്തുപോയ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങൾ, ആലിമീങ്ങൾ നിസ്കരിക്കുന്ന പള്ളിയൊക്കെ അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഒരു വിവരവും ഇല്ലാതെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദീനത്തെ പള്ളി, ആ മദീനത്തെ പള്ളിയുടെ ഒരു ചുമര് 3 മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറയുടെ ചുമരാണ്. ഒന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, മറ്റൊന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, വേറെയൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നേരെ പിന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന്റെ പിന്നിൽ ഉമർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളും. അതിന് വലിയ പച്ചക്കുബ്ബയുള്ള വലിയ ജാർ, ആ ജാറും അവിടെ ഉള്ളത് കൊണ്ട് ആ പള്ളി അത് പള്ളിയല്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെയാണ് മുസ്ലിമായി ജീവിച്ച് മരിക്കുക? അതേപോലെ ഇനി അഥവാ ഒരു മുസ്ലിം പള്ളിയിൽ തന്നെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി കഅബ ശരീഫല്ലേ? ആ കഅബ ശരീഫിൽ അബൂജഹലിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ്, അതിൽ വിജയം കൈവരിക്കുന്നതിന് മുമ്പ് അവർ വിഗ്രഹങ്ങൾ വെച്ച് കഅബ ശരീഫിൽ ആരാധിച്ചതുകൊണ്ട് കഅബ അത് അമ്പലമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് ആ പള്ളിയിൽ വിവരമില്ലാത്തവർ ചെയ്ത വിവരക്കേട് എന്നല്ലാതെ പള്ളി എങ്ങനെ അമ്പലമാകുന്നത്? ഇത്രയും വിവരം കെട്ട ആളുകൾ പള്ളിയിൽ ഖുതുബ ഓതുന്നവരായി രംഗത്ത് വന്ന് മുസ്ലിമീങ്ങളെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈമാനും നഷ്ടപ്പെടുന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ, ആ ഖബറിനെ സംബന്ധിച്ചാണ്, ആ ഖബർ നിൽക്കുന്ന സ്ഥലത്തിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ബൈതി, എന്റെ വീട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആ അതിന്റെ അധ്യായം കൊടുക്കുമ്പോ എഴുതിയത് എന്താണ്? ബാബു ഫദ്ലി മാ ബൈനൽ ഖബരി വൽ മിംബരി. നബി തങ്ങളുടെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. ഖബറിന്റെയും മിംബറിന്റെയും ഇടയിൽ വലിയ ബഹുമാനമുള്ള സ്ഥലം, അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്നത്. ആ റൗളയിൽ നിന്ന് നമ്മൾ ഇടതുഭാഗത്തുള്ള ചുമരിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ ചുമരിന്റെ മേലെ എഴുതി വെച്ച 2 വരി പദ്യം, കുറെ പദ്യങ്ങൾ ഉണ്ട്, അതിൽ 2 വരി പദ്യം ഇപ്പോഴും ശരിക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. യമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി. ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹു ജല്ല ജലാലുഹു അവൻ സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനല്ല, അവൻ ആരുടെയും സന്താനമല്ല, അവൻ ഏകനാണ്. അവന് ഒരു വസ്തുവിനോടും ഒന്നിനോടും ഒരു നിലക്കും ഒരു തുല്യതയും ഇല്ല. ആ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടുന്ന പദ്യം. രണ്ടാമത്തെ പദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പദ്യം. യമൻ തഫജ്ജറതിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജയ്ശ ബിൽ മദദി. സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്തും അത്തരത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ജഹിസന്നാസു നഹ്വഹു, നബി തങ്ങളുടെ സമീപത്ത് വന്ന് കരയുന്ന വിധത്തിൽ സഹാബികളോ നബിയേ വെള്ളമില്ല, വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് ആവശ്യപ്പെട്ട സംഭവമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കയ്യിന്റെ വിരലൊരു ചെറിയ പാത്രത്തിൽ വെച്ചു. ആ കയ്യിന്റെ വിരലിലൂടെ സഹാബത്തിന് കുടിക്കാനും കുളിക്കാനും ഒതുവെടുക്കാനും വെള്ളം കൊടുക്കുകയാണ്. അല്ലാഹുവാണ് കൊടുക്കുന്നവൻ. യഥാർത്ഥത്തിൽ നബിതങ്ങൾ നിമിത്തമാണ്. നബിതങ്ങൾ മുഖേന അല്ലാഹു കൊടുക്കുകയാണ്. നബിതങ്ങളെ മുഅ്ജിസത്ത് മുഖേന കൊടുക്കുകയാണ്. ആ മുഅ്ജിസത്ത് മുഖേന കിട്ടണം എന്ന പ്രതീക്ഷയിലാണ് സഹാബത്ത് നബിതങ്ങളോട് അവലാദിപ്പെട്ടത്, വേവലാദിപ്പെട്ടത്, നബിതങ്ങളോട് ഇസ്തിഗാഥ ചെയ്തത്, സഹായം തേടിയത്. നബിതങ്ങൾ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കുകയാണ്. ആ വെള്ളം സഹാബത്ത് ഉപയോഗിക്കുകയാണ്.
അതിനെ സൂചിപ്പിക്കുന്ന പദ്യമാണ്. അതേ റൗളാ ശരീഫിന്റെ ചുമര്, അതേ പള്ളിയുടെയും ചുമര്, അതിന്റെ മേലെ എഴുതി വെച്ചത് യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജൈസ ബിൽ മദദി. അത് ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വഫാത്തിന് മുമ്പ് സഹായം ചോദിച്ചതിനെ സൂചിപ്പിക്കുന്ന പദ്യമാണെങ്കിൽ അതിന്റെ നേരെ ഇപ്പുറത്തുള്ള പദ്യമോ നബി തങ്ങളോട് വഫാത്തിന് ശേഷം സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പദ്യമാണ്. അഥവാ ലോകത്തുള്ള മുഴുവൻ ആളുകളും പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ അവിടെ ആർക്കും സത്യം തിരിയാത്തവരില്ല, അതേ തൗഹീദും ശിർക്കും മനസ്സിലാകാത്തവരില്ല, ഈമാനും കുഫറും തിരിയാത്തവരില്ല. ഫകശഫനാ അൻക ഖിതാഅക ഫബസറുക യൗമ ഹദീദ്. എല്ലാ മൂടിയും എടുത്തുപോയി, എല്ലാവർക്കും എല്ലാം മനസ്സിലായി പോയി. ഒരു അബൂജഹലിനും എനിക്കാര്യം തിരിയാതെയില്ല, എല്ലാവർക്കും എല്ലാം തിരിയുന്ന സമയമാണ്. പടച്ച റബ്ബിന്റെ കോടതിയാണ്. ആ കോടതിയിൽ വിയർത്തിങ്ങനെ ഒലിക്കുകയാണ് പലരും. അപ്പോൾ അവിടെ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി എന്തുണ്ട് മാർഗമെന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ ഭൂമി ലോകത്ത് വെച്ച് ഈ ഹദീസിന്റെ ശറഹിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിക്ക് ലോകത്ത് ഏറ്റവും വലിയ പ്രശസ്തമായ വലിയ വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരി എഴുതിയ ഹാഫിദുൽ അസ്ഖലാനി, ലക്ഷക്കണക്കിന് ഹദീസ് ഹൃദ്യസ്ഥമാക്കിയ ആ മഹാപണ്ഡിതൻ, സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമല്ലോ, സാഹിബ് മുസ്മു ശൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഭരണാധികാരി സഹീഹുൽ ബുഖാരിയുടെ ഈ വ്യാഖ്യാനം അച്ചടിച്ച് ഫ്രീ ആയി ധാരാളം വിതരണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഇരിക്കട്ടെ, ആ ലോക പ്രശസ്തമായ ഫത്ഹുൽ ബാരി എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടെ എഴുതുകയാണ്, മുഅ്മിനീങ്ങൾ അവരുടെ ദുനിയാവിൽ അവരുടെ പതിവാണ്, അവരുടെ നേരത്തെയുള്ള പതിവാണ്, അവർക്ക് പ്രശ്നം വരുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അമ്പിയാക്കളെ സമീപിക്കുന്നു. അതേപോലെ പടച്ചവന്റെ കോടതിയിലും അവര് അമ്പിയാക്കളെ സമീപിക്കുന്നു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനോടും ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിനോടും ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും മൂസാ നബി അലൈഹിസ്സലാമിനോടും ഈസാ നബി അലൈഹിസ്സലാമിനോടും ഒക്കെ അവർ ഇസ്തിഗാസ ചെയ്യുന്നു. ബുഖാരിയിലെ ഹദീസ് അങ്ങനെയാണല്ലോ, ഫബൈനമാഹും ഇസ്തിഗാസു ബി ആദം, അവരതാ ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം തേടുന്നു. ഒരു നബിയും അപ്പോൾ അതിന് മുതിരുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് ഇസ്ഫഅലനാ, ഞങ്ങൾക്ക് ശുപാർശ പറയണം നബിയേ, ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം നബിയേ എന്ന് നബി തങ്ങളോട് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ആദ്യമായി തന്നെ ശുപാർശക്കൊരുങ്ങുന്നത്. നബി തങ്ങളെ ശഫാഅത്തിന് ശേഷം മാത്രമേ മലക്കുകളും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ശഫാഅത്ത് ചെയ്യുന്നുള്ളൂ. ശഫാഅത്തിന്റെ തുടക്കം, ഉദ്ഘാടനം നബി തങ്ങളുടെ ഒന്നാമത്തെ വലിയ ശഫാഅത്താണ്. അതല്ലേ നമ്മൾ മങ്കൂസും വലുതോതുമ്പോ ഇന്നനാ നർജു إلى كأس حوضك للنطش يوم نشر كتابي يا سيدي خير النبي എന്ന് ചൊല്ലുന്നത് പോലെ അതിന്റെ തൊട്ടടുത്ത പദ്യം എന്തായിരുന്നു? ശഫാഅത്ത് ചോദിക്കുന്ന പദ്യം. الشفاعة هب لنا في القيامة مشفقا واهل لنا إن ضاع يا سيدي خير النبي
ഞങ്ങൾക്ക് അങ്ങയുടെ റെക്കമെൻഡ് ദാനമായി തരണേ നബിയേ. ഹബ്ലനാ ശഫാഅത ഹബ്ലനാ, എപ്പോൾ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ശഫാഅത്ത് തരണേ എന്നാവശ്യപ്പെടുന്ന ഈ ശഫാഅത്തിനെ കുറിച്ചാണല്ലോ. കാരണം ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചെയ്യാൻ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും തങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ. ഇരിക്കട്ടെ, ഈ വലിയ ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുന്നു. അതിനെ അനുസ്മരിക്കുന്ന പദ്യമാണ്. അവിടെ വഫാത്തിന് ശേഷവും നബി തങ്ങളോട് സഹായം തേടുകയും ശഫാഅത്ത് ചോദിക്കുകയും ശഫാഅത്ത് ചെയ്യുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന പദ്യമാണ്. അവിടെയുള്ള രണ്ടാമത്തെ പദ്യം എന്ന് പറയുന്നത്, സുഹൃത്തുക്കളെ, അമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി. അതും ബുഖാരിയിലെ ഹദീസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആകയാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം പണ്ഡിതന്മാരുടെ നാവുകളിൽ എപ്പോഴും പറയപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് വായിക്കുമ്പോഴെല്ലാം ആ ബുഖാരിയിലെ ഹദീസിന്റെ സനദിലുള്ള വലിയ വലിയ ഇമാമിങ്ങൾ അനുസ്മരിക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ആലിമീങ്ങൾക്ക് മരണം ഇല്ല എന്ന് പറഞ്ഞാൽ അതാരും ദുർവ്യാഖ്യാനിക്കണ്ട. ഈ ഒരു കഷ്ണം മാത്രം ഇട്ട് ക്ലിപ്പിട്ടിട്ട് അവർ മരിക്കൂല എന്ന് പറഞ്ഞു എന്ന് പറയണ്ട. മറിച്ച് അവരെന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു, എപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ മരണപ്പെട്ടു എത്ര മുതലാളിമാരുണ്ട്, അവരാരാ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അതേ സമയത്ത് ആലിമീങ്ങളെന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു. ഇൽമിന് അല്ലാഹു തആല കൊടുത്ത വലിയ ബഹുമാനമാണ്. സുഹൃത്തുക്കളെ, ഒരറിവും ഇല്ലാതെ മതത്തിന്റെ നിയമം പറയുന്ന കക്ഷികൾ ഇറങ്ങി യൽഹറുൽ ജഹ്ലു, അതും ഇമാം ബുഖാരി എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കള്ളുകുടി വർദ്ധിക്കും ഖിയാമത്ത് നാളാവുമ്പോൾ. അതേപോലെ വയൽഹറുൽ ജഹ്ലു, ജഹ്ലി വെളിച്ചത്ത് വരും. ജഹ്ലി വെളിച്ചത്ത് വരുന്ന ഒരു കാലാണിത്. ഇങ്ങനെ വാട്സപ്പില് വലിയ താടിയൊക്കെ ഉള്ള ചില മൗലവിമാര് സുബ്ഹാനല്ലാഹ് പള്ളി അമ്പലാണ് എന്ന് പറയുന്നു. അതുപോലെ മുസ്ലിമീങ്ങളൊക്കെ അവിശ്വാസികളാണ്, അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയുന്നു. ഇങ്ങനെ വിവരക്കേട് ലാഹിറാകുന്ന കാലം. ഞാനിപ്പോൾ ആ വിഷയം സംസാരിക്കില്ല, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായി സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ആലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകണം. അവരുണ്ടെങ്കിലേ ശരിയായ ദീൻ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒരു വിഭാഗം ഖവാരിജിന്റെ വാദമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊന്നുകളഞ്ഞ ഖവാരിജ്, മുഖ്യധാരാ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, സഹാബികൾ മുശ്രിക്കീങ്ങളാണ്, അതുപോലെയുള്ള കക്ഷികൾ മുശ്രിക്കുകളാണെന്ന് പറയുന്ന ഖവാരിജി വാദം, അതാണ് സലഫി വാദം എന്ന് പറയുന്നത്. അത് ഞാൻ പറയുകയല്ല, തഫ്സീർ സാവിയിൽ അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെയാണല്ലോ എത്രയോ ആലിമീങ്ങളെ ഹിജാസിൽ വെച്ച് കൊന്നുകളഞ്ഞത്. എന്തിന്? ഈ തീവ്രവാദ സലഫിവാദ പ്രകാരം. ആലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ്, അബൂജഹലുകളാണ് എന്ന് അവർ വാദിച്ചു. എന്നിട്ട് എത്രയോ ആലിമീങ്ങളെ കൊന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നതുപോലെ. ഇതേപോലെ വിവരക്കേട് വെളിച്ചത്ത് വരുമ്പോ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സുബ്ഹാനല്ലാഹ്. ഇപ്പോഴുണ്ടല്ലോ ചില സൂഫി ഗാനങ്ങൾ എന്നും പറഞ്ഞ് ചില ഗാനങ്ങൾ, അത് മുഴുവനും എല്ലാം തെറ്റാണ് എന്നല്ല ഞാൻ പറയും. പലതും ഒരു നിലക്കും ഇസ്ലാമിനോട് യോജിക്കുക. അതെന്താ കാരണം? വിവരമില്ലാതെ സൂഫിയാകാൻ പറ്റും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നും ജീവിച്ചിരിക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു.
ഷാഫി ഇമാം പാടിയില്ലേ ഫഖീഹൻ വസൂഫിയൻ ലൈസ വാഹിദാ ഫൈനി വഹഖില്ലാഹി ഇയ്യാക അൻസഹൂ. മോനെ, പടച്ചവന് തന്ന ഉത്തരവാദിത്വമുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നിന്റെ ഗുണകാംക്ഷിയായി ഞാൻ സംസാരിക്കുന്നു. എനിക്ക് നിന്നോടുള്ള വസിയത്ത് എന്താണ്? ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദാ. നീ നല്ല വിവരമുള്ള പണ്ഡിതനാകണം. വസൂഫിയൻ, ഹൃദയം തെളിഞ്ഞ, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അതേ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതേ ഒരിക്കലും തന്നെ റിയാഇന്റെ രോഗമില്ലാത്ത, ലോകമാന്യമില്ലാത്ത, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും വേണമെന്നോ, ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയണമെന്നോ, ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ആളാകണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിന് ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കുന്ന, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന, ഫർളും സുന്നത്തും ഒക്കെ എടുക്കുന്ന, ഹറാമും കറാഹത്തും ഒക്കെ ഒഴിക്കുന്ന നല്ല സൂഫിയായ ഹൃദയം തെളിഞ്ഞ മനുഷ്യനാകണം നീ. നീ നല്ല പണ്ഡിതനുമാകണം കേട്ടോ. ഇത് രണ്ടിലൊന്ന് മാത്രം പോരാ. ഒരാള് പണ്ഡിതനാണ്, പക്ഷേ വലിയ അഹങ്കാരമാണ്, അല്ലെങ്കിൽ വലിയ അസൂയയാണ്, അല്ലെങ്കിൽ വിദ്വേഷമാണ്, അല്ലെങ്കിൽ അത് അനാവശ്യത്തിന് കോപിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതാ ഞാൻ വലിയ ആളാണെന്ന് വരുത്തി തീർക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പലതും ചെയ്യുകയാണ്. അങ്ങനെയുള്ള പണ്ഡിതനായതുകൊണ്ട് കാര്യം കിട്ടൂലല്ലോ. ഇനിയോ ഒരാൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ്? ഔലിയാക്കളെ വഴിയിലേക്ക് പോകണമെന്നാണ്. പക്ഷേ വിവരമില്ലാത്തതിനാൽ വ്യാജന്മാര് അദ്ദേഹത്തെ കൊണ്ടുപോയി വലിയ കുഴിയിലിറക്കുന്നു. അങ്ങനെ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്നു. പടച്ചവരെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നു, സൃഷ്ടികളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നു. ഇങ്ങനെ രണ്ടിലൊന്നായി പോകരുത്. നീ രണ്ടുമുള്ളവനാകണേ. ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദാ. നീ നല്ല വിവരമുള്ളവനുമാകണം, അതോടുകൂടെ ഹൃദയം തെളിഞ്ഞ ആളുമാകണം. ഇപ്പൊ ചില ആളുകളുണ്ട്, സ്റ്റേജിൽ കയറിയിട്ട് പറയും അത് മുസ്ലിംമാർക്ക് തിരിയൂല. കേട്ടോക്കിയാ തിരിയും, വല്ലാതെ തിരിയുന്നവനായി വേന്ന് തോന്നും. മുസ്ലിംമാർക്ക് തിരിയൂല, പിന്നെ തിരിയുന്ന ആർക്കാ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ട് ചിലർ. അങ്ങനെയായി പോകാൻ പാടില്ല. ഞാൻ വലിയ ആളായി എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. ഞാൻ വലിയ സൂഫിയാണെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ മനസ്സിൽ കിബിറ് കടന്നുപോയി. എത്ര വലിയവനായാലും ഞാനൊരു വലിയവനാണെന്ന് തോന്നലുണ്ടാകാൻ പാടില്ല. അതാണല്ലോ സൂഫിസം എന്ന് പറയുന്നത്, അതാണല്ലോ തസൗഫ് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ശാഫി ഇമാം തങ്ങൾ തന്നെ പറയാണ്, ഫദാലിക ഖാസിൻ ലം യദുഖ് ഖൽബുഹു തുഖാം വഹദാ ജഹൂലുൻ കൈഫ ദുൽ ജഹലി യസ്ലുഹു. ആദ്യം പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾക്ക് കുറച്ച് വിവരമുണ്ട്, പക്ഷേ ആത്മീയമായ യാതൊരു ചൈതന്യവുമില്ല, ആത്മീയമായ ചിന്തയില്ല, തസൗഫിന്റെ വഴിയിലേക്ക് കടക്കുന്നില്ല, തൗബയില്ല, ഖനാഅത്തില്ല, സുഹുദില്ല. അങ്ങനെ ഔലിയാക്കളെ വഴിയിൽ കടക്കുന്നവർക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്താണ്? അദ്ദേഹത്തിന് കുറച്ച് വിവരം മാത്രമുണ്ട്. അങ്ങനെ ആയാൽ ഫദാലിക ഖാസിൻ ലം യദുഖ് ഖൽബുഹു തുഖാബ്. അവനിങ്ങനെ ഒപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി
മനസ്സിലാക്കി ചിലപ്പോ പറഞ്ഞെന്ന് വരും. പക്ഷേ അവന്റെ മനസ്സ് തഖ്വ രുചിച്ചിട്ടില്ല, തഖ്വ ഉണ്ടായിട്ടില്ല. കാരണം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ വെള്ളത്തലേക്കെട്ടിലല്ല, മഞ്ഞ തലേക്കെട്ടിലുമല്ല. തഖ്വ എന്ന് പറയുന്നത് നീളക്കുപ്പായത്തിലല്ല, അതേ ചെറിയ ഹാഫ് ഷർട്ടിലുമല്ല. തഖ്വ എന്ന് പറയുന്നത് നീണ്ട താടിയിലല്ല, താടി വടിക്കുന്നതിലുമല്ല. തഖ്വ എന്ന് പറയുന്നത് അതിന്റെ ഉറവിടം മനസ്സാണ്. മനസ്സിലാണ് തഖ്വ വേണ്ടത്. എന്റെ മനസ്സ് റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്നെ റബ്ബ് കാണുന്നുണ്ടല്ലോ. അതേ, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ പഠിച്ചവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. നിന്റെ മനസ്സിലുള്ളത് റബ്ബ് വായിക്കുന്നുണ്ടല്ലോ. നീ പ്രസംഗിക്കുന്നത് എന്തിനാണ്? നീ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നീ ക്ലാസ് എടുക്കുന്നത് എന്തിനാണ്? നീ ഫത്വ കൊടുക്കുന്നത് എന്തിനാണ്? നീ ഏത് കാര്യം ചെയ്യുന്നത് എന്തിനാണ്? പടച്ചവന്റെ പൊരുത്തത്തിനാണോ? അതല്ല ജനങ്ങൾക്കിടയിൽ ആളാകാനാണോ? അത് റബ്ബ് കാണുന്നുണ്ടല്ലോ. എന്നാൽ നേരത്തെ പറഞ്ഞവൻ തസൗഫില്ലാതെ, ആത്മീയ ചിന്തയില്ലാതെ വെറും വിവരമുള്ളവനായാൽ അവന്റെ മനസ്സ് തഖ്വ രുചി നോക്കിയിട്ടില്ല. ആർക്കാണ് പടച്ച റബ്ബ് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത്? ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാർ. തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലേ പറഞ്ഞത്? ആ തഖ്വയുടെ ഉറവിടം മനസ്സാണ്. ആ മനസ്സ് നന്നാകാതെ വെറും വിവരമുണ്ടായത് കൊണ്ട് മാത്രം കാര്യമാകൂല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, വഹാദാ ജഹൂലുൻ കൈഫ ദുൽ ജഹീലി യസ്ലുഹു. നിനക്ക് വിവരവും വേണം, ആത്മീയ ചിന്തയും വേണം, തസവ്വുഫും വേണം, ഫിഖ്ഹും വേണം. തഖ്വ വേണം. അദ്ദേഹം വിവരമുണ്ട്, അദ്ദേഹം പലതും ഒപ്പിച്ച് പറയും. പക്ഷേ അദ്ദേഹത്തിന് ആത്മീയ ചൈതന്യമില്ല. അദ്ദേഹത്തിന് ഖൽബിൽ തഖ്വ രുചി നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഖൽബ് തഖ്വയെ രുചി നോക്കിയിട്ടില്ല. വഹാദാ ജഹൂലുൻ. പിന്നെ ഇയാളോ? ഇയാള് ചിലപ്പോ ഒരു 4 മഖബറയിൽ പോകുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഏതോ ഒരാളെടുത്തുനിന്ന് എന്തോ ഒരു അത്ഭുതം കാണുമ്പോഴേക്ക് അയാളെ കൈപിടിക്കുമ്പോഴേക്ക് ഞാൻ വലിയ സൂഫിയായി എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ആളോ? ഹാദാ ജഹൂലുൻ. ഇയാളൊരു വിവരമില്ലാത്ത ആളാണ്. കൈഫദുൽ ജഹലി യസ്ലുഹു. വിവരമില്ലാത്തവരെങ്ങനെ നന്നാവും? കാരണം ശൈത്താൻ പറ്റിക്കും, ഇബ്ലീസ് പറ്റിക്കും. കാരണം ഇബ്ലീസ് എങ്ങനെ പറ്റിക്കുന്നത് മനസ്സിലാവില്ല, വിവരമില്ലല്ലോ. അപ്പൊ വിവരമില്ലാത്തവനെ ആരും പറ്റിക്കും, ശൈത്താൻ പറ്റിക്കും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ എന്ത് വേണം? രണ്ടും വേണമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയാണ്. രണ്ടും വേണം, ഒന്ന് മാത്രം പോരാ. അതാണ് ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദാ ഫഇന്നി വഹഖില്ലാഹി ഇയ്യാക അൻസഹു. ബക്കറ്റും കൊണ്ടുവരും നിങ്ങളെടുത്ത്. വെള്ളം കോരാനല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇപ്പൊ ഈ സ്റ്റേജിലുണ്ടോ? അതാ ജീവിച്ചിരിക്കുന്നതിന്റെ അർത്ഥമാണ് ഞാൻ വിവരിക്കുന്നത്. ഷാഫി ഇമാം ഇപ്പൊ ഇവിടെ സ്റ്റേജിലുണ്ടോ? ഉണ്ടല്ലോ. ഷാഫി ഇമാം പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ലേ? ഇപ്പൊ ഷാഫി ഇമാം ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആശയം ഖിയാമത്ത് നാൾ വരെ സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സജീവമായി നിലനിൽക്കുന്നു. ഇതുപോലെ കഴിഞ്ഞുപോയ ഇമാമീങ്ങളും ആലിമീങ്ങളും ഒക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നു. അഥവാ അവർ മനുഷ്യ ഹൃദയങ്ങളിൽ സജീവമായി നിലനിൽക്കുന്നു.
ബഹുമാനപ്പെട്ട ബേക്കലം ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും നമ്മുടെയും അവരുടെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും സ്നേഹിച്ചവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സുഹൃത്തുക്കളെ, ധാരാളം ദർസ് നടത്തി മുതഅല്ലിമീങ്ങളെ ഉണ്ടാക്കി, ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ഉസ്താദ് അവറുകൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു, അനുസ്മരിക്കപ്പെടുന്നു. എല്ലാ മഹാന്മാരും ആലിമീങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമു പഠിച്ച് ആലിമീങ്ങളാകണം. രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മളെ മക്കളെ ആലിമീങ്ങളാക്കാൻ നോക്കണം. നമ്മളെ മക്കള് ഒരു അഡ്വക്കറ്റായിട്ട് വന്നാൽ, ഒരു ഡോക്ടറായിട്ട് വന്നാൽ അതൊക്കെ ആവശ്യമാണ്, ഒന്നും വേണ്ടെന്നല്ല, ഒക്കെ ആവശ്യമാണ്. അത് നമ്മൾ വലിയ ആഘോഷമായിട്ട് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ CA പാസ്സായിട്ട് വന്നാൽ, അല്ലെ വേറെ എന്തെങ്കിലും ഒരു പരീക്ഷ പാസ്സായി വന്നാൽ വലിയ സന്തോഷത്തോടെ സ്വീകരണവും മാലയൊക്കെ ഇട്ടു കൊടുക്കും. നമ്മളെ മുതഅല്ലിമീങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് നല്ലൊരു ആലിമായിട്ട് വന്നാൽ രക്ഷിതാക്കളും ചിലപ്പോൾ തിരിഞ്ഞു നോക്കൂല, നാട്ടുകാരും തിരിഞ്ഞു നോക്കൂല. അങ്ങനെ ആവാൻ പാടില്ല. മുതഅല്ലിമീങ്ങൾക്ക് പഠനത്തിന് പ്രചോദനം നൽകണം. അതുകൊണ്ട് തന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കൊക്കെ നല്ല സമ്മാനം കൊടുക്കണം. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിന്റെ തദ്കിറത്തുസ് സാമി എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ അത് വിശദമായി പറയുന്നുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം, വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകണം. അപ്പോ ഒരു കുട്ടിക്ക്, മൂത്ത കുട്ടിക്ക് വലിയ സമ്മാനം ബാപ്പയും ഉമ്മയെല്ലാം കൂടി കൊടുക്കുന്നത് കാണുമ്പോ ഇളയ കുട്ടിക്കും തോന്നും എനിക്കും ഇൽമു പഠിച്ച് നല്ലൊരു ആലിമാകണം. ഒരു ഹിഫ്ള് പഠിച്ച് ഖുർആൻ മനപ്പാഠമാക്കി പൂർത്തീകരിച്ച ഒരു കുട്ടിക്ക് ബാപ്പയും ഉമ്മയെല്ലാം കൂടി നല്ല സമ്മാനം കൊടുക്കുമ്പോ ഇളയ കുട്ടിക്കും തോന്നും എനിക്കും ഖുർആൻ മനപ്പാഠമാക്കണം. അങ്ങനെ ഇൽമിന് പ്രചോദനമുണ്ടാകണം. ഇൽമു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനുള്ളവർ, ഇൽമു നൽകപ്പെട്ടവർ അവരെ പടിപടികളായി ഉയർത്തുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇൽമിന് വലിയ പ്രസക്തി നൽകണം. പരമാവധി എവിടെ വെച്ചും ഇൽമു പഠിക്കണം. ബേക്കൽ ഉസ്താദിന്റെ മകൻ, ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദിന് ഇങ്ങനെ ഉസ്താദിനെ കുറെ പുകഴ്ത്തി പറയുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഉഖർവിയായ ആലിമീങ്ങൾ. ചിലപ്പോ മഹാനായ താജുൽ ഉലമന്റെ സദസ്സിൽ ഇപ്പൊ താജുൽ ഉലമനെ പൊക്കി പറഞ്ഞാൽ ചിലപ്പോ കിട്ടേണ്ടിയെല്ലാം കിട്ടും. അങ്ങനെ ഒരുപാട് അനുഭവം പലർക്കും ഉണ്ട്. അപ്പൊ ഉഖർവിയായ ആലിമീങ്ങൾ അങ്ങനെയാണ്. അവരെ പുകഴ്ത്തി പൊക്കി പറയുന്നതൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് അവർക്ക് താല്പര്യം ഇൽമു പറയുന്നതിലാണ്. അവരെ അനുസ്മരിക്കുന്ന വേദികൾ അങ്ങനെയുണ്ട്. ചിലർക്കൊരു കാര്യം മനസ്സിലാകാതെ ഉണ്ട്, ചിലർക്ക്, എല്ലാവർക്കും അല്ല. എന്താണ്, ഒരു മഹാന്റെ അനുസ്മരണത്തിന് പോയാൽ തുടക്കം മുതൽ തീരുന്നത് വരെ ആ മഹാനെ പറ്റി കുറെ ഇങ്ങനെ പറയും. വന്ന ജനങ്ങൾക്ക് ഒരു ഇൽമും കിട്ടൂല. വന്ന ജനങ്ങൾക്ക് ഒന്നുകിൽ അഖീദയിലോ തസവ്വുഫിലോ ഫിഖ്ഹിലോ എന്തെങ്കിലും ഒരു ഇൽമു, ഒരു സ്വഭാവ സംസ്കരണത്തിലോ ഇൽമു കിട്ടണ്ടേ? അത് കിട്ടൂല. തീർത്തും പറഞ്ഞ ചിലപ്പോ ഒരാൾ പറഞ്ഞ എന്നെ മറ്റേയാളും പറയും, അയാൾ പറഞ്ഞ എന്നെ മറ്റേയാളും പറയും. എങ്ങനെയാവും? അതിന് പകരം പറയണ്ടെന്നല്ല, പറയണം. മരണപ്പെട്ടു പോകേണ്ട ബഹുമാനം പറയണം. പക്ഷെ അത് മാത്രമായി പോകരുത്, മറിച്ച് ഇൽമു പറയണം. ഇൽമു പറയുമ്പോൾ ആളുകൾക്ക് അത് വലിയ ഫലവത്താവും. അതുകൊണ്ട് ബേക്കൽ ഉസ്താദിന് അങ്ങനെയായിരുന്നു താല്പര്യം എന്ന് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ മകൻ ജലീൽ സാഹിബ് തന്നെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബങ്ങൾക്കൊക്കെയും ഖൈർ നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും ഇൽമിനോട് താല്പര്യമുള്ളവരാണ്. ഇൽമു കേൾക്കണം, ഇൽമു പഠിക്കണം, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കണം. അത് വലിയ ബറക്കത്താണ്. മലക്കുകളുള്ള സദസ്സാണ്, വലിയ ബറക്കത്തുള്ള സദസ്സാണ് ഇൽമിന്റെ സദസ്. ഇൽമു പഠിക്കുന്നവർക്ക് മലായികത്ത് അവർക്ക് പൊരുത്തം കിട്ടാൻ വേണ്ടി ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് വരെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൽമു പഠിപ്പിക്കുന്നവരോ അവർക്ക് വേണ്ടി ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ് വരെ പടച്ചവരോട് പ്രാർത്ഥിക്കുമെന്നും ഹദീസിലുണ്ട്. കടലിലുള്ള മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഹദീസിലുണ്ട്.
എവിടെയും ഇൽമ് പഠിക്കാനും ഇൽമനുസരിച്ച് ജീവിക്കാനും നമ്മൾ എല്ലാവരും തയ്യാറാകണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണ്. അപ്പൊ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്താണ് സങ്കടം? ഞാൻ ഒരുപാട് സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. ചിലരൊക്കെ കേട്ടവർ ഈ സദസ്സിലുണ്ടാകാം. എന്താണ്? നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഈ ടീഷർട്ടാണ് ധരിച്ചത്, അല്ലെങ്കിൽ ഹാഫ് ഷർട്ടാണ് ധരിച്ചത്. അത് ഇൻസൈഡ് ആക്കിയിട്ടുണ്ടേ കുഴപ്പമൊന്നുമില്ല. ഇൻസൈഡ് ആക്കിയിട്ടില്ല. പിന്നെന്താ ചെയ്യുന്നത്? നിസ്കാരത്തിൽ കൈകെട്ടി ഉടനെ തന്നെ ബേക്കിൽ പിടിച്ചിട്ട് ഒരു താഴ്ത്തൽ, മുന്നിലും പിടിച്ചിട്ട് ഒരു താഴ്ത്തൽ, മുന്നിലും ഒന്ന് പിടിച്ച് താഴ്ത്തി, ബേക്കിലും പിടിച്ചൊന്ന് താഴ്ത്തി. പനക്കെത്രയായി? 4. കാരണം ബാത്തിലാകാൻ എത്ര അംഗം വേണോ? 3. ഒന്ന് ജാസ്തിയ. കാരണം ബാത്തിലായി കഴിഞ്ഞു. പലരുടെയും നിസ്കാരം ബാത്തിലാക്കാൻ. അതുകൊണ്ട് പറയട്ടെ, നിസ്കാരത്തിൽ കടന്നാൽ കൈകൊണ്ട് കളിക്കാൻ പാടില്ല, ഷർട്ട് പിടിച്ച് താഴ്ത്താൻ പാടില്ല, ബേക്കിലും പിടിച്ച് താഴ്ത്തണ്ട, മുമ്പിലും പിടിച്ച് താഴ്ത്തണ്ട. പിന്നെ ചുളിഞ്ഞിട്ട് തന്നെ ഉണ്ടാവൂലേ? ചുളിഞ്ഞിട്ടാട് കിടന്നോട്ടെ. ഇപ്പൊ പെങ്കട്ട് വരുന്നുണ്ടോ നിസ്കാരത്തില്? ഇവനെ കാണാൻ വേണ്ടി ഏതോ ഒരു പെണ്ണ് വന്നിട്ടുണ്ടോ? ഇവന്റെ ഷർട്ട് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വിവാഹാലോചനയായിട്ട് വന്നിട്ടുണ്ടോ? എന്തിനാണ് ഈ നിസ്കാരത്തിൽ കുപ്പായം പിടിച്ച് താഴ്ത്തുന്നത്? വേറൊരു കൂട്ടരുണ്ട്, സുബ്ഹാനല്ലാഹ്, പതിവാക്കി കൊണ്ടുവന്നൊരു സംഗതിയാണ്. എന്താണ്? സുജൂദിലേക്ക് പോകുമ്പോ ഇങ്ങനെ പിടിച്ചൊരു പൊക്കല്. അത് നീളക്കുപ്പായം പൊക്കുന്നവരുണ്ട്, തുണി പിടിച്ച് പൊക്കുന്നവരുണ്ട്, പേന്റ് പിടിച്ച് പൊക്കുന്നവരുണ്ട്. ഇതൊരു സുന്നത്താണ് എന്നുള്ള നിലക്ക്. എന്തിനാണ് സുജൂദി പോകുമ്പോ ഇങ്ങനെ പിടിച്ച് പൊക്കല്? അതിന് എന്താ ആവശ്യമുള്ളത്? സുജൂദി നേരെ അങ്ങ് പോയാ പോരെ. അങ്ങനെ കൈകൊണ്ട് കളിക്കാനുള്ളതല്ല നിസ്കാരം. അച്ചടക്കമുള്ളവരായി നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. നിസ്കാരത്തിൽ കൈകൊണ്ടെന്നും കളിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെ വന്നപ്പോ നല്ല റാഹത്തുണ്ട്. കാരണം ഏകദേശം ആളുകളും തലമറച്ചിട്ടുണ്ട്. തലേക്കെട്ടോ തൊപ്പിയോ ടവലോ എന്തെങ്കിലും ഒന്ന്. എന്ന് മാത്രല്ല, ഒരു ഒയന്ന മുടി ആയിരിക്കോട്ട് കാണുന്നില്ല. ഒയന്ന മുടി എന്ന് ഞാൻ പറഞ്ഞെന്താ, ഇപ്പോഴുണ്ട് ചില ചെറുപ്പക്കാര് സുബ്ഹാനല്ലാഹ് മുടി വെച്ചിട്ട് ആ മുടി എപ്പോഴും നെറ്റീമലായി. മുടി നെറ്റീന്റെ മുകളിൽ ഇങ്ങനെ. അതിങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്യുമെന്നറിയോ? അഥവാ നെറ്റീമെന്ന് കേറിപ്പോവോ എന്ന് പേടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഞാന് കണ്ടതാ. കണ്ണാടിയിൽ നോക്കിയിട്ട് ചില ചെറുപ്പക്കാര് മുടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് അവസാനം ഇങ്ങോട്ടൊരാക്കൽ. എന്നിട്ട് ചിലരിങ്ങനെ മുടി ഇങ്ങനെ പറിച്ചിങ്ങിടും. എന്നിട്ട് ഇങ്ങനെ നെറ്റിമേൽ മുടിയാക്കിയിട്ട് ഈ നെറ്റി ആരും കാണാൻ പാടില്ല എന്ന നിലക്ക് ഒരു മുടി വെക്കുന്ന സമ്പ്രദായം ഇപ്പൊ കാണുന്നുണ്ട്. ഈ സദസ്സിൽ അങ്ങനത്തെ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. സദസ്സിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വിചാരിക്കും അയാളെ കൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെയൊന്നല്ല, നമ്മൾ ആരെയും വിചാരിച്ചിട്ട് പറയലൊന്നല്ല, നമ്മൾ പറയേണ്ടി അങ്ങ് പറയാം. അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ, അങ്ങനെ മുടി വെച്ചാൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ മേലെയാണ് നെറ്റി കുത്തുന്നതെങ്കിൽ സുജൂദ് ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. ഇതുപോലെ തലപ്പാവ് ധരിക്കുന്ന മുതഅല്ലിമീങ്ങളും ശ്രദ്ധിക്കണം. വലിയ തലയെക്കെട്ട് കെട്ടി അല്ലെങ്കിൽ ചെറിയ തലയെക്കെട്ട് കെട്ടി നെറ്റി മറച്ചുകൊണ്ട് തലയെക്കെട്ട് കെട്ടിയിട്ട് തലയെക്കെട്ടിന്റെ മേലെ സുജൂദ് ചെയ്താൽ സുജൂദ് ബാത്തിലാണ്. ചിലരെ സ്വഭാവം എന്താണെന്നറിയോ? നെറ്റി മറച്ചിട്ട് തലയെക്കെട്ട് കെട്ടും, സുജൂദ് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെ ഒന്നങ്ങോട്ട് പൊക്കും, പിന്നെ സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ താഴ്ത്തും. ഇതൊന്നും നിസ്കാരത്തിൽ എടുക്കേണ്ട പണിയല്ല. നിസ്കാരത്തിൽ അതുപോലെ തന്നെ മുടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സുജൂദ് ചെയ്യും. അതും വിവരമുള്ളവരാണ് ചെയ്യുന്നത്. മുടിയുടെ മേലെ പറ്റൂല എന്നറിഞ്ഞവരാണ്. പക്ഷെ അതും നിസ്കാരത്തിൽ ചെയ്യേണ്ട പണിയല്ല. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന ചെറുപ്പക്കാരെ,
നബിതങ്ങൾ മുടി വളർത്തിയിട്ടുണ്ട്. നിങ്ങൾ മുടി വളർത്തുന്നതിന് കുഴപ്പമില്ല. നബിതങ്ങൾ മുടി കളഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് മുടി കളയുന്നതിനും കുഴപ്പമില്ല, മുടി വെട്ടുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ചില ആളുകൾ ചില മുടി വെട്ട് തുടങ്ങിയിട്ടുണ്ട്. ബേക്കിൽ ഇങ്ങനെ ഒരു പകുതിയോളം അങ്ങോട്ട് പഠിച്ചു കളയുകയോ വെട്ടിക്കളയുകയോ ചെയ്തിട്ട് ഇവിടെ മാത്രം കുറച്ച് മുടി. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ല. അത് സുന്നത്തിന് വിരുദ്ധമാണ്, ശരിയായ രീതിയല്ല. നമുക്ക് പിന്തുടരാനുള്ള നേതാവ് അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വിവരമുള്ള ഒരു വ്യക്തിയോ സൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയോ നബിതങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു വ്യക്തിയോ നബിതങ്ങളെക്കാൾ സുഗന്ധമുള്ള ഒരു വ്യക്തിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ അലിവുള്ള വ്യക്തിയോ ദയുള്ള വ്യക്തിയോ നബിതങ്ങളെക്കാൾ നമ്മളെ പ്രിയം വെച്ച ഒരു വ്യക്തിയോ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ, നബിതങ്ങൾ മുടി വളർത്തിയപ്പോൾ നന്നായി എണ്ണയിട്ട് വാർന്നു വെച്ചിട്ടുണ്ട്. ആ എണ്ണ തലേക്കെട്ടിൽ പുരളാതിരിക്കാൻ വേണ്ടി തലേക്കെട്ടിന്റെയും തലമുടിയുടെയും ഇടയ്ക്ക് ഒരു ചെറിയ സാധനം മറയാക്കി വെച്ചിട്ടുമുണ്ടെന്ന് വരെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് അല്ലാഹു തന്നതല്ലേ നമുക്ക് മുടി തീരെ ഇല്ലാതെ കഷണ്ടിയായി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? മുടി തന്നവൻ പടച്ചവനല്ലേ? നമ്മൾ വിവരമില്ലാത്തവരല്ലേ? വിവരമുണ്ടെന്ന് ഈ പറയുന്ന ഞാൻ വാദിച്ചാൽ, നിങ്ങൾ വാദിച്ചാൽ, ഞാൻ ചോദിക്കുന്നു, നിന്റെ തലയിലുള്ള രോമത്തിന്റെ എണ്ണം പറയാൻ കഴിയുമോ? പോകട്ടെ, മീശയിലുള്ള രോമത്തിന്റെ എണ്ണം പറയാൻ കഴിയുമോ? നിന്റെ താടിയിലെ രോമത്തിന്റെ എണ്ണം പറയാൻ കഴിയുമോ? സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ എണ്ണം പോലും അറിയാത്ത വിവരമില്ലാത്തവരല്ലേ നാം? നമ്മൾ അഹങ്കരിക്കേണ്ടതില്ലല്ലോ, നമ്മൾ സിനിമാ നടന്മാരെ പിന്തുടരേണ്ടതില്ലല്ലോ, ഈമാനില്ലാത്ത തഖ്വയില്ലാത്ത ജനങ്ങളെ പിന്തുടരേണ്ടതില്ലല്ലോ. നമുക്ക് പിന്തുടരാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, മുടി നന്നായി എണ്ണയിട്ട് വാർന്ന് അച്ചടക്കത്തോടെ വെക്കുക. അതിന്റെ മേലെ സുജൂദ് ചെയ്ത് നിസ്കാരം ബാത്തിലാക്കല്ലേ. ഇതുപോലെ ചിലരുണ്ട്, സമയല്ലാഹു ലിമൻ ഹമിദ, പിന്നെ ഈ കൈ ഇങ്ങനെ ക്ലോക്കിന്റെ പെൻഡൽ ആടും പോലെ ആടുകയാണ്. അതിങ്ങനെ ആടിയാടി നിൽക്കണം. അങ്ങനല്ലോ, ഫാനൊക്കെ സ്വിച്ച് ഇട്ടിട്ട് ഓഫാക്കിയാൽ കറങ്ങി ഇങ്ങനെ മെല്ലെ അങ്ങ് നിൽക്കലാണല്ലോ. അതുപോലെ ഈ കൈ ഇങ്ങനെ ആടിയാടി നിർത്തുന്ന ചിലരുണ്ട്, നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് എന്ത് വേണം? സമയല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു തീർന്നാൽ അടക്കി അവിടെ വെച്ചേക്കണം. പിന്നെ അതിങ്ങനെ ആട്ടാൻ പാടില്ല. കൈ അടക്കി അവിടെ വെച്ചേക്കണം. ഇതുപോലെ ഞാൻ ഈ സമയത്ത് വഅദ് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി പറയട്ടെ. അതേ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുമ്പോ, അല്ലാഹു അക്ബർ തക്ബീർ തുടങ്ങി അവസാനിക്കുമ്പോഴേക്ക് കൈ ഉയർത്തലും അവസാനിക്കലാണ് ഏറ്റവും ശരിയായ രീതി. അല്ലാഹു അക്ബർ, അക്ബർ തീരുമ്പോഴേക്ക് കൈ ഉയർത്തി തീരുന്നു. ആ കൈ പിന്നീട് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ താഴ്ത്തി കെട്ടുന്നു.
കെട്ടുമ്പോൾ ഇടത്തെ കൈയിന്റെ മണിക്കണ്ടം മണിബന്ധം അത് ഒന്നുകിൽ 2 വിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ച് 3 വിരല് ആ തണ്ടം കൈയിന്റെ മേലെയോ അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് 1 വിരൽ ഇപ്പുറവും 4 വിരൽ അപ്പുറവുമാക്കിയിട്ടോ ഇത് പിടിക്കുന്ന വിധത്തിലാണല്ലോ കൈവെക്കുന്നത്. അങ്ങനെ കൈവെക്കുമ്പോൾ നെഞ്ഞിന്റെ ചുവടെ പൊക്കിളിന്റെ മേലെയാണ് കൈവെക്കേണ്ടതെന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ച രീതി വാഇബ്നു ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം അലാ സദ്രിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ സദ്രിഹി കൈവച്ചു എന്ന് കാണാം. വേറെ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഇൻദ സദ്രിഹി അതേ നബി തങ്ങൾ നെഞ്ഞിന്റെ അടുക്കൽ കൈവച്ചു എന്ന് കാണാം. അപ്പോൾ പണ്ഡിതന്മാര് മനസ്സിലാക്കി ഒരു റിവായത്തിൽ അലാ സദ്രിഹി എന്നും മറ്റൊരു റിപ്പോർട്ടിൽ ഇൻദ സദ്രിഹി എന്നും വന്നപ്പോ അലാ എന്ന വാചകത്തിന് അടുക്കൽ എന്ന അർത്ഥം ധാരാളം ഖുർആനിലും ഹദീസിലും ഉണ്ട്. നബിതങ്ങൾ തന്നെ നബിതങ്ങളിൽ നിന്ന് ഹദീസ് പറയുമ്പോ ആയിഷ ബീവി സാധാരണ പറയുന്നതാണ് ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ദഖല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലയ്യ അല്ലെങ്കിൽ ദഖല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അടുക്കൽ കടന്നു വന്നു അല്ലെങ്കിൽ ഞാൻ നബിതങ്ങളെ അടുക്കൽ കടന്നു ചെന്നു. അതിന് അലാ എന്ന അറബി വാചകമാണ് ഉപയോഗിക്കാറുള്ളത്, അക്ഷരമാണ് ഉപയോഗിക്കാറ്. ഇതുപോലെ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം ഔ അജിദു അലന്നാരി ഹുദൻ മൂസാ നബി അലൈഹിസ്സലാം പോകുന്ന സമയത്ത് അങ്ങകലെ ഒരു തീക്കനൽ കണ്ടപ്പോ മഹാനവറുകൾ പറയാണ് നമുക്ക് അവിടെ പോയാൽ തണുപ്പിന് തീക്കായാമല്ലോ. ഔ അജിദു അലന്നാരി ഹുദൻ അല്ലെങ്കിൽ തീയിന്റെ സമീപത്ത് നമുക്ക് വഴികാട്ടുന്ന ആളെ എത്തിക്കുമല്ലോ. ഇവിടെ ഖുർആൻ പറഞ്ഞ് അലന്നാരി എന്നാണ്. അതിനർത്ഥം തീയിന്റെ മേലെ നമുക്ക് വഴികാട്ടുന്ന ആൾ തീയിന്റെ മേലെ ഇരിക്കും എന്നല്ല, തീയിന്റെ സമീപത്ത് അടുക്കല് എന്നാണ് അവിടെ അർത്ഥം. ഇതുപോലെ വസ്സമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് എന്ന ആ സൂറത്തിലും നമുക്ക് കാണാം വഹും അലൈഹാ ഖുഊദ് മുഅ്മിനീങ്ങളായ ആളുകളെ അതാ തീയിലിട്ട് ചുട്ടുകരിക്കാൻ വേണ്ടി ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാത്തിൽ വഖൂദ് വലിയ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് തീ കൊടുത്ത് അതിൽ മുഅ്മിനീങ്ങളെ ചുട്ടുകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോ വഹും അലൈഹാ ഖുഊദ് ശത്രുക്കൾ ആ തീക്കുണ്ടാരത്തിന്റെ മേലെ ഇരിക്കുന്നു എന്നല്ല, തീക്കുണ്ടാരത്തിന്റെ അടുക്കലിരിക്കുന്നു എന്നാണ്, സമീപത്തിരിക്കുന്നു എന്നാണ്. അവിടെയും ഖുർആൻ അല എന്ന് ഉപയോഗിച്ചത് അടുക്കൽ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അല എന്നതിന് അടുക്കൽ എന്ന് അർത്ഥം ഉണ്ട്. അതോടുകൂടെ തന്നെ അലാ സദ്രിഹി എന്നതിന്റെ പുറമെ ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇൻദ സദ്രിഹി എന്ന് വന്നതിനാൽ നെഞ്ഞിന്റെ ചുവടെ നെഞ്ഞിന്റെ സമീപത്ത് പൊക്കിളിന്റെ മേലെ ആണ് കൈവെക്കേണ്ടതെന്ന് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. ഫയകൂനു ആഖിറുൽ യദി തഹ്തഹു എന്നാണ് ഇമാം മഹല്ലി അവസാനം പറഞ്ഞത്. ആഖിറുൽ യദ് എന്ന് പറഞ്ഞാൽ യദ് എന്ന് പറയുന്നത് മുതഅല്ലിമിയെ കൊണ്ട് പറയാൻ, യദ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തോളാണ് യദ്. അതിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞത് ഈ സ്ഥലമാണ്. അതാണ് ആഖിറുൽ യദി തഹ്തഹു എന്ന് പറഞ്ഞത്. കൈയിന്റെ ലാസ്റ്റ് നെഞ്ഞിന്റെ ചോടുണ്ടാവും, അല്ലാതെ കൈയൊട്ടാകെ പോട് വെക്കാനാവൂലല്ലോ. കൈയിന്റെ ലാസ്റ്റ് മാത്രം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അലൈഹി എന്ന് പറഞ്ഞതിന് അലാ സദ്രിഹി എന്നതിന് അലാ ആഖിരിഹി എന്നാണ് ഇമാം മഹല്ലി അർത്ഥം വെച്ചത്. ആഖിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം. ഏതുപോലെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ അതിന്റെ ആഖിറിൽ അൽഹംദുലില്ലാ പറയണമെന്ന്. പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ എന്നതിന്റെ അർത്ഥം, ഭക്ഷണം കഴിഞ്ഞാൽ എന്നാണ്. അതുപോലെ നെഞ്ഞ് കഴിഞ്ഞതിന്റെ ശേഷം അത് ആഖിർ, അല്ല നെഞ്ഞത്തല്ല, നെഞ്ഞിന്റെ ആഖിർ നെഞ്ഞ് കഴിഞ്ഞിട്ട്. അത് ഏതുപോലെ മിൻഹാജു ശർഹുൽ മിൻഹാജ് മഹല്ലി മുതഅല്ലിമിയർക്ക് അറിയാം. ഖുൽതു ഫീ അവലിഹി അഖൂലു ഫീ അവലിഹി ഖുൽതു എന്ന് പറഞ്ഞാൽ ആ വിഷയം പറയുന്നതിന് മുമ്പ് എന്നാണ് അവലിന്റെ അർത്ഥം. ഫീ ആഖിരിഹി അല്ലാഹു അലം എന്ന് പറഞ്ഞാലോ അത് പറഞ്ഞു തീർന്നാല് അതിന് ശേഷം എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ നെഞ്ഞിന്റെ ശേഷം അഥവാ നെഞ്ഞിന്റെ അപ്പുറം, അതാണ് അലൈഹി അലാ സദ്രിഹി എന്നതിന്റെ അർത്ഥം അല ആഖിരിഹി എന്ന് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ഇരിക്കട്ടെ, അപ്പൊ കൈവെക്കേണ്ടത് അങ്ങനെ വിഷയം അവിടെയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ നിസ്കാരം ബാത്തിലാകുന്ന സംഗതിയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി താഴ്ത്തി വെക്കുന്നു. എന്നാൽ അവിടെ പലരും തക്ബീർ ചൊല്ലുമ്പോ അക്ബർ എന്ന അക്ഷരം അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്നതിനാൽ തക്ബീറും നിസ്കാരവും ബാത്തിലായി പോകുന്നു. അതെങ്ങനെ? അല്ലാഹു അക്ബർ എന്ന അക്ഷരം തൊണ്ടന്റെ അങ്ങേ തൽക്കുന്ന മൊഴിഞ്ഞതാ. അല്ലാഹു അക്ബർ അക്ബർ എന്ന അക്ഷരം ശരിക്ക് തൊണ്ടന്റെ തലക്കുന്ന മൊഴിയണം. അത് ചിലരൊക്കെ എങ്ങനെ പറയുന്നത് അറിയോ? അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞ. അല്ലാഹുവിന്റെ ശേഷം എന്ന് മൊഴിഞ്ഞിട്ടില്ല, മൊഴിഞ്ഞത് വാ എന്നാണ്. അതാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബറായി പോയി, അല്ലാഹു അക്ബറായില്ല. അപ്പൊ അക്ബർ എന്ന അക്ഷരം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം, ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. ഇതുപോലെ ഞാൻ വേറെയും 1-2 ഉദാഹരണം പറയാം. സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി. അതേ റബ്ബിയൽ എന്ന അലിഫ് ലാമിന്റെ ലാമിന് അവിടെ സുക്കൂൻ ചെയ്യുന്നു. അതിന്റെ ശേഷമുള്ള അക്ഷരം ഐനാണ്. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീമി, അളീം എന്നാണ് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ഐന് ശ്രദ്ധിച്ച് മൊഴിയണം. ചിലരൊക്കെ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ലാമിന് ശ്രദ്ധ ചെയ്ത് പറയും, അപ്പൊ ഐനുണ്ടാവൂല. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അളീം അല്ല, റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലണം. ഇതുപോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ എന്ന ലാമിന് സുകൂൻ ചെയ്തിട്ട് അഅ്ലാ എന്ന അക്ഷരം ശരിക്ക് ശ്രദ്ധിച്ച് മൊഴിയണം. അല്ലെങ്കിൽ എന്താവും? സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ല ലാമിന് ശ്രദ്ധ ചെയ്തു, അത് അഅ്ലയാവൂല, റബ്ബിയൽ അഅ്ല അങ്ങനെയല്ല. അപ്പൊ ശ്രദ്ധിക്കണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇതുപോലെ അർറഹ്മാനിർ റഹീം അവസാനത്തിലൊരു മീമുണ്ട്. മാലികി യൗമിദ്ദീൻ തുടക്കത്തിലും ഒരു മീമുണ്ട്. അവിടെ തിരക്കിട്ട് ഓതുമ്പോ ഒരു മീമ് പോയ വഴിയുണ്ടാവൂല. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഒരു മീമ് പോയി, ഫാത്തിഹ ശരിയായില്ല. അവിടെ എന്ത് വേണം? അർറഹ്മാനിർ റഹീം അത് ചൊല്ലിയിട്ടൊരു ശ്വാസം എടുത്തിട്ട് മാലികി യൗമിദ്ദീൻ എന്ന് ഓതിയാൽ വളരെ ഉത്തമമായി. ഇല്ലെങ്കിലോ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീം എന്ന് അവസാനത്തെ മീമിന് കസ്റ് ചെയ്തിട്ട് മാലികി യൗമിദ്ദീൻ എന്ന് കൂട്ടി ഓതാം. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അങ്ങനെ തിരക്കിട്ട് ഓതുകയാണെങ്കിൽ അങ്ങനെ ഓതാം. നേരെ മറിച്ച് അർറഹ്മാനിർ റഹീം മാലികി എന്ന് പറഞ്ഞാൽ ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി, നമ്മളെ ഫാത്തിഹ ബാത്തിലായി പോയി, നിസ്കാരം നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിക്കണം. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, പഴയ കാലത്ത് കാസർഗോഡ് അതുപോലെ തന്നെ കന്നഡ, ദക്ഷിണ കന്നഡ ഭാഗങ്ങളിൽ എന്റെ കുട്ടിക്കാലത്ത് വഅദ് പറയാൻ വരാറുണ്ട്. ദർസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വരാറുണ്ട്, മർക്കസിൽ പഠിക്കുന്ന കാലത്തും വരാറുണ്ട്, അതിന്റെ ശേഷവും ഇതുവരെയും വരാറുണ്ട്. എത്ര കാലം പറയൂന്നറിയില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി നാഫിആയ ഇൽമോടെ, ഇൽമു ഉള്ളത് പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യത്തോടെ, തൗഫീഖോടെ, തഖ്വയോടെ ദീർഘായുസ് നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ നാട്ടിൽ പോയിട്ട് ഞാൻ വഅദ് പറയുന്നു, എന്റെ പേരോട് പോയി ഞാൻ വഅദ് പറയുന്നു. ചെറിയ മുതഅല്ലിമാണ്. എന്താ വഅദ് പറയുന്നത്? കാസർഗോഡ് ഭാഗത്തൊക്കെ സ്ത്രീകളെല്ലാം പൂർണ്ണമായി പർദ്ദ ധരിച്ചവരാണ്. നമ്മളെ ഈ നാട്ടില് ചില സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുന്നില്ല, പകരം അവര് സാരി ധരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിലെ സ്ത്രീകളോട് പഴയ കാലത്ത് വഅദ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്റെ നാട്ടിൽ ഞാനൊരു അനുഭവം പറയാണ്. വിവാഹം നടക്കുന്ന സമയത്ത്
പെണ്ണിനെ കൂട്ടി വരന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു സാരിയും എടുത്തു പോയിട്ട് അത് ഉടുപ്പിച്ച് കൊണ്ടുവരുന്ന പതിവായിരുന്നു. ഞാൻ ഒരിക്കൽ വാതിൽ പറഞ്ഞു, അതൊക്കെ മാറ്റിയിട്ട് പർദ്ദയാക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറച്ച് വളർന്ന് ഞാൻ വിവാഹം കഴിക്കുന്ന സമയമായി. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ എന്റെ ഭാര്യക്ക് ഞാൻ പർദ്ദ എടുത്തു, ഞാൻ സാരി എടുത്തില്ല. അങ്ങനെ പർദ്ദ ധരിപ്പിച്ചിട്ട് ആ ഭാര്യയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, അങ്ങനെ ഒരു ദിവസം ആ ഭാര്യ അതേ ഭാര്യ അത് ചെയ്യുന്നത് കണ്ടപ്പോ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും പർദ്ദ ധരിച്ചു. രണ്ടുപേരും ഒരു വിവാഹത്തിന് പോയി. ആ പർദ്ദയും ധരിച്ച് അവര് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അതേ എന്റെ നാട്ടിലുള്ള ഒരാൾ അതിനെ ഒന്ന് സ്വീപ്പാക്കി പരിഹസിച്ചിട്ട് പറഞ്ഞു, 2 വക്കീൽമാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ഞാനിത് എന്റെ അനുഭവം പറയാണ്. അങ്ങനെയുള്ള ഞങ്ങളെ നാടുകളിലൊക്കെ ഇപ്പോൾ പൂർണ്ണമായും സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നവരായി മാറി. അൽഹംദുലില്ലാഹ്, പർദ്ദ പൂർണ്ണമായി ധരിക്കുന്നവരായി മാറി. ഏതെങ്കിലും സ്ത്രീകൾ അല്ലാത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ വരുമ്പോ അത് കന്നഡയിലുണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങോട്ട് വടക്കോട്ട് വരുമ്പോ ചില വീടുകളിൽ, കല്യാണ വീട്ടിൽ കുറെ തലമറക്കാത്ത സ്ത്രീകളെ കാണുന്നു, സാരി ധരിച്ച സ്ത്രീകളെ കാണുന്നു, മാറുമറക്കാത്ത സ്ത്രീകളെ കാണുന്നു. നമ്മൾ പോയി നോക്കുന്നതല്ല, കയറി ചെല്ലുമ്പോൾ കണ്ടുപോകുമ്പോൾ അതാ കണ്ണ് താഴ്ത്തുകയാണ്, അതല്ലാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ കുറെ അമുസ്ലിം സ്ത്രീകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ചിലര് പറയുന്നു, അതൊന്നും അമുസ്ലിം സ്ത്രീകളല്ല, മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ സാരി ധരിച്ചുകൊണ്ട് ശരീരം മറക്കാതെ പുറത്തു വരുന്നു, തലമറക്കാതെ പുറത്തു വരുന്നു. ചോദിക്കട്ടെ ഉമ്മമാരെ, വാലിന്റെ സദസ്സിന് ഇവിടെയൊന്നും ഒരു കുറവില്ലല്ലോ, ഉറൂസിനും കുറവില്ലല്ലോ, വാലിനും കുറവില്ലല്ലോ. ദിനേന നമ്മൾ പിന്നോട്ടാണോ? കൊറോണ വൈറസ് വന്നപ്പോ അത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? പോകട്ടെ, വലിയ ഒരു ട്രക്ക് ലോറിയും കുറെ വസ്തുക്കളും ഒരു ഡ്രൈവറും വെള്ളത്തിന്റെ ഉള്ളിൽ, മണ്ണിന്റെ ഉള്ളിൽ പോയിട്ട് അത് തെരഞ്ഞു പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചോ? ജീവനോടെ എടുക്കാൻ കഴിഞ്ഞോ? ഞാൻ ഇന്നലെ എന്റെ നാട്ടിന്റെ അടുത്ത് വേലങ്ങാട് മലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ചെന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, കുറെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, കടകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടെയുള്ള ജനങ്ങൾ പറയുന്നു. ഒരു വീട്ടിന്റെയും അവശിഷ്ടമില്ല, ഒരു കടയുടെയും അവശിഷ്ടമില്ല. വലിയ പാറക്കെട്ടുകൾ എത്രയോ ദൂരെ നിന്ന് അതാ ഒലിച്ചു വന്നിരിക്കുന്നു. ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ്, മാത്യു മാഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അവിടെ മരണപ്പെട്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി. അത് ഇന്നലെ പോയതാണ്. ഇനി തിങ്കളാഴ്ച ഞാൻ വയനാട് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ പറയട്ടെ, വയനാട്ടിൽ എത്ര ജനങ്ങളാണ് മരണപ്പെട്ടത്, എത്ര വീടുകളാണ് തകർന്നു പോയത്, പാലമടക്കം തകർന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആർക്കാണ് പടച്ചറബൊരു മുസീബത്ത് ഇറക്കിയ ആൽ തടുക്കാൻ കഴിയുന്ന ശക്തികളുണ്ടോ? എങ്ങനെയാണ് മുസീബത്ത് വരുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ, എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. വെറും ഒരു ചെറിയ, വളരെ ചെറിയ, നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് വന്നപ്പോൾ അമേരിക്കയെ അടക്കം വിറപ്പിച്ചില്ലേ പടച്ച റബ്ബ്? ആ റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾ, അവർ ഈമാനും തഖ്വയുമായി ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി അല്ലാഹു തആല മറ്റുള്ളവർക്കും കാവൽ കൊടുക്കും കേട്ടോ. വിശ്വാസമുള്ള നമ്മള് അല്ലാഹു ഉണ്ടെന്ന വിശ്വാസമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെന്ന വിശ്വാസമുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെ ധിക്കരിക്കുകയാണ്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാ
മായിലാത്തും മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാത്ത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില സ്ത്രീകൾ ഖിയാമത്ത് നാളാവുമ്പോ വരും. അവരെ സ്വഭാവം എന്താണ്? വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ധരിച്ചിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ കാണേണ്ട സ്ഥലമൊക്കെ കാണാറുണ്ട്. അങ്ങനെ വളരെ നേരിയ കണ്ണാടി പോലുള്ള തുണികൾ ധരിക്കുന്നവരും അതുപോലെ തന്നെ തീരെ തന്നെ തല മറക്കാത്തവരും മാറ് മറക്കാത്തവരും ഒക്കെയായി നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവരാണ്, അന്യപുരുഷന്മാരെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് ആകർഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള ചില സ്ത്രീകൾ ഞാൻ അവരെ കണ്ടിട്ടില്ല, എന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെവരില്ല. അങ്ങനെ ഒരു കൂട്ടര് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധത കണ്ടില്ലേ? 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കാലത്ത് വരുന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂല് അന്ന് ശരിക്ക് എടുത്ത് പറഞ്ഞു തന്നത് നമ്മൾ അനുഭവിച്ച് കാണുകയല്ലേ. അവിടുത്തെ അറിവിന്റെ ആഴം എത്രയാണ്, അവിടുത്തെ പവർ എത്രയാണ്. ആ റസൂലുള്ള പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ വെളിവാവുകയല്ലേ. അക്കൂട്ടത്തിൽ ഒന്നല്ലേ ഇത്. അങ്ങനെ അതാ ശരീരം മറക്കാതെ നീങ്ങുന്ന സ്ത്രീകൾ, അവരെ കുറിച്ച് ഹബീബ് നബി തങ്ങൾ പറയുന്നു, ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ യജിദ്ന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടൂല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗ്ഗത്തിന്റെ പരിമളമോ എത്രയോ ദൂരെ നിന്ന് ലഭിക്കുന്നതാണ്. എത്രയോ കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരെ നിന്ന് തന്നെ എത്തുന്ന സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല. ഓ സ്ത്രീകളെ, കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുമ്പോ നമ്മളെ ഭംഗി നമ്മളെ ഭർത്താവിനെ കാണിച്ചാൽ പോരെ. അത് നമ്മളെ വീട്ടിൽ ഭർത്താവിന്റെ മുമ്പിൽ പോകുമ്പോഴല്ലേ. നമ്മൾ ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ച് പോകണം, ഏറ്റവും സൗന്ദര്യമുണ്ടാക്കുന്ന രൂപത്തിൽ പോകണം, ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിച്ച് പോകണം, ഏറ്റവും നല്ല സുഗന്ധം പൂശി പോകണം. അവിടെയല്ലേ നമ്മളെ മേക്കപ്പ് ഒക്കെ ആവശ്യമുള്ളത്. നേരെ മറിച്ച് അന്യപുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുമ്പോ മേക്കപ്പ് ചെയ്ത് വന്ന് ഇറങ്ങുന്നത് എന്തിനാണ്? നരകം സമ്പാദിക്കാനാണോ? ഓ യുവാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിൽ വേണ്ടയോ? ഓ യുവതികളെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണ്ടയോ? അത് കിട്ടണമെങ്കിലുണ്ടല്ലോ തഖ്വയോടെ ജീവിച്ച്, അല്ലാഹ് പറഞ്ഞില്ലേ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം തഖ്വയോടെ ജീവിക്കുന്നവർക്ക് തയ്യാർ. അല്ലാഹു കൽപ്പിച്ചതെടുക്കുന്നവരാകണം, അല്ലാഹ് വിരോധിച്ചത് ഒഴിക്കുന്നവരാകണം. അവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്, അവന്റെ ഓക്സിജൻ ശ്വസിച്ചല്ലേ ജീവിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത്, അവൻ തന്ന കൈ കൊണ്ടല്ലേ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അവൻ തന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അവൻ തന്ന വെള്ളമല്ലേ കുടിക്കുന്നത്. അതേ ചോദിക്കട്ടെ, നിന്റെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ്? നിന്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ്? നിന്റെ കരള് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ്? നിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ്? ഇതെല്ലാം അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാം പടച്ചവനായ അല്ലാഹു അല്ലേ.
ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗം തരുമോ? അവനപ്പുറം നരകം വെച്ചത് എന്തിനാണ്? അതുകൊണ്ട് ഈമാനോടെ തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ സദസ്സുകൾ നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ഇൽമ് ധാരാളം പഠിക്കാൻ അവസരം തരണം റഹ്മാനേ. ഞങ്ങളെ സമയങ്ങളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് ധാരാളം ഇൽമ് പഠിക്കാൻ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ, പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആരോഗ്യം ഏറ്റിത്തരണം റഹ്മാനേ. ദീർഘായുസ് നൽകണം റഹ്മാനേ. നിന്റെ ദീന് 4 ഭാഗത്ത് നിന്നും എല്ലാ ശത്രുക്കളും വിവരമില്ലാത്തവരും നിന്റെ ദീന് പിച്ച് ചീതുമ്പോൾ, നശിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുമ്പോൾ പണ്ഡിതന്മാർക്ക് വെറുതെ ഇരുന്നൂടാ, ഉമറാക്കൾക്ക് വെറുതെ ഇരുന്നൂടാ, യുവാക്കൾക്ക് വെറുതെ ഇരുന്നൂടാ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ശക്തിപ്പെടുത്തണം. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. തഖ്വയിലേക്ക് ജനങ്ങളെ വിളിക്കണം. ഒരൊറ്റ മനുഷ്യൻ നമ്മളെ കാരണത്താൽ സന്മാർഗത്തിലായാൽ, അവന്റെ പിഴച്ച ആശയം വിട്ട് നന്നായാൽ, നിസ്കരിക്കാത്തവൻ നിസ്കാരം തുടങ്ങിയാൽ, ഖളാ വീട്ടാൻ ആരംഭിച്ചാൽ, കള്ളുകുടിക്കുന്നവൻ കള്ളുകുടി നിർത്തിയാൽ, വ്യാജത്തരീഖത്തിൽ പെട്ടവൻ അതിൽ നിന്ന് മാറി സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നാൽ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും ഇസ്ലാമെന്ന് പുറത്താടെന്നും അള്ളാന്റെ പള്ളികളൊക്കെ അമ്പലാണങ്ങളാണെന്നും പറയുന്ന സലഫി മൗലവിമാരെ ഫിത്നയിൽ പെട്ടുപോയ ഒരൊറ്റ മനുഷ്യൻ സന്മാർഗത്തിലെത്തിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ദുനിയാവിലുള്ളത് മുഴുവനും, ദുനിയാവ് മുഴുവനും, അമേരിക്കയും ജപ്പാനും റഷ്യയും ബ്രിട്ടനും ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും രാഷ്ട്രത്തിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ ഒരൊറ്റ മനുഷ്യൻ ഹിദായത്താകലാണ്. അതിനുവേണ്ടി നല്ല മനസ്സോടുകൂടെ നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെയും SOSന്റെയും SSFന്റെയും അതേ SMAയുടെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിലും, നമ്മുടെ ദീനിന്റെ മുഴുവൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും, നമ്മുടെ പള്ളികൾ, മദ്രസകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ, അതേ മഞ്ഞനാടി യതീംഖാന പോലെയുള്ള പൊതുസ്ഥാപനങ്ങൾ, അതേ മർക്കസ്, സഅദിയ, മഖർ തുടങ്ങിയിട്ട് അതേ ദാറുൽ ഇർശാദ് അടക്കമുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ സിറാജുൽ ഹുദ, മഅദിനി, മംബഇ തുടങ്ങിയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ ഏത് ദീനിന്റെ സംരംഭങ്ങളുണ്ടോ, സ്ഥാപനങ്ങളുണ്ടോ, നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, അസ്സുഫയുടെ കീഴിൽ മംഗലാപുരത്ത് ഇംഗ്ലീഷിൽ മദ്രസ നടത്തുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു ആ ചെറുപ്പക്കാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ അടുത്തൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നീട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ യുവാക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ആവേശത്തോടെ വരണം. ഈ ആധുനിക യുഗത്തിൽ പഠിക്കേണ്ടതുപോലെ പഠിക്കുകയും പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുകയും ചെയ്ത് സർവ്വജനങ്ങളെയും ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് വിനയത്തോടുകൂടി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ ഇനിയും ദുആ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും
അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർക്കും സഹായിച്ചവർക്കും അല്ലാഹ് പലരും വഴിക്ക് വെച്ചും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്. റബ്ബേ, ആര് നിന്റെ ദീനിനെ സഹായിക്കുന്നവരുണ്ടോ അവർക്കും ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനേ. ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോക്ഷം നൽകണം റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത് അക്കാഡമിക് വിദ്യാഭ്യാസമാണെങ്കിലും ദീനീ വിദ്യാഭ്യാസമാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല പുരോഗതിയും ബുദ്ധിയും ഓർമ്മശക്തിയും പരീക്ഷകളിൽ ഉന്നതമായ വിജയവും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ബിസിനസ്സുകാർക്കും ജോലിയെടുക്കുന്നവർക്കും ഏത് കൃഷി ചെയ്യുന്നവർക്കും കച്ചവടം ചെയ്യുന്നവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. ആരുടെ കയ്യിൽ എന്ത് സംഖ്യകൾ കുടുങ്ങിപ്പോയതുണ്ടോ നീ അത് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ഏത് കച്ചവടത്തിൽ എന്ത് നഷ്ടങ്ങളുണ്ടോ അത് നീ വിജയകരമാക്കി കൊടുക്കണം റഹ്മാനെ. എന്ത് നഷ്ടപ്പെട്ടതുണ്ടോ നീ തിരിച്ചു നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ തഖ്വയോടെ ദീർഘ ആയുസ് ഞങ്ങളുടെ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഉമറാക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ വിദേശത്തും നാട്ടിലുമുള്ള സർവ്വ പ്രവർത്തകർക്കും നീ ദീർഘായുസും ആഫിയത്തും തഖ്വയോടെ ഏറ്റിത്തരണം റഹ്മാനെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി റബ്ബേ നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ സന്തോഷത്തോടെയുള്ളൊരു വേർപാട് തരണം റഹ്മാനേ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പലതും വന്നു പോയിട്ടുണ്ടാകാം. അത് മുഴുവനും അടിമകളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനേ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നല്ല സംഭാവന കൊണ്ട് കൊടുക്കണം. അതിനാണ് കസേര വെച്ച് ആരാണ് തങ്ങന്മാരാരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് വാങ്ങുക? മദ്രസേൻ്റെ പണി നടക്കുന്നുണ്ട്, അതിനൊക്കെ നല്ല സഹായം കൊടുക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറ് ചെയ്യട്ടെ. ചെറിയ മക്കളൊന്നും ഇപ്പൊ കൈപിടിക്കാൻ വരണ്ട. ഈ താടി മീശയും മുളക്കാതെ ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് അതിൽ പിന്നെ ഓരോരുത്തരും വിഭജിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു എല്ലാ കുട്ടികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ.